ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകത്തിൽ ആദ്യമായി പച്ചില കൊണ്ട് പച്ച നിർമ്മിക്കാമെന്ന് കണ്ടുപിടിച്ച നമ്മുടെ കേരളത്തിന്റെ അഭിമാന താരം ശ്രീമാൻ പച്ചില പാപ്പച്ചന്റെ പച്ചില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പച്ചയുടെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് ഈ വേദിയിൽ നിർവഹിക്കുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിനു മുമ്പ് ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മുടെ പഞ്ചായത്തിലെ യുവകവിയായ ശ്രീമാൻ കുഞ്ഞുണ്ണി അദ്ദേഹത്തിന് ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുവേണ്ടി പ്രശസ്ത കവി കുഞ്ഞുണ്ണിയെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പശുവേ കിളി പിടിച്ചു, പശുവേ കിളി പിടിച്ചു. എന്തൊക്കെയാണ് ചൊല്ലണത്? പശുവേ കിളി പിടിച്ചെന്താ? പ്രിയ കലാസ്നേഹികളെ, എന്റെ പുതിയ കവിതയുടെ പേരാണ് പശു വെകിളി പിടിച്ചു. വാഗമരച്ചുവട്ടിൽ നിന്നെയും കാത്തു നിൽക്കെ കണ്ടു ഞാൻ നിന്റെ തന്തയുടെ തനി സ്വരൂപം. എന്റെ തന്തക്കേറി വിളിച്ചാലുണ്ടല്ലോ, ക്ഷമിക്കണം, അതില്ലാത്തവരെ ഞാൻ വിളിക്കാറില്ല. വാടി വാടി. നീ ആരാടാ ഈ വാടി വാടി എന്ന് പറഞ്ഞു വിളിക്കണത്? വാടി തളർന്നു പോയൻ സ്വപ്നങ്ങൾ പൊട്ടി പൊട്ടി. നീ ആരാടാ ഈ പൊട്ടി പൊട്ടി വാടി വാടി എന്നൊക്കെ പറഞ്ഞു വിളിക്കണത്? പൊട്ടി കരഞ്ഞുകൊണ്ടു ഞാൻ പാടുന്നു, കൊന്നേ കൊന്നേ. നീ ആരെ കൊന്നുണ്ടാടാ ഈ വേദിയിലേക്ക് കയറി വന്നേക്കണത്? കണിക്കൊന്നേ വിടരു 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 വിടരു. വിടർത്തലൊക്കെ മതിയാക്കാന്നിട്ട് വേഗം സ്ഥലം വിടാൻ മാപ്പ്. ആ മാപ്പ് തന്നിരിക്കുന്നു, വേഗം പോ. അതല്ല എന്റെ അടുത്ത കവിത മാപ്പ്. ഇനി എന്താ കവിത? കോപ്പ് വേഗം ചൊല്ലാൻ നോക്ക്. മകനേ ഇതിന്റെ ഉടഭൂപടം കണ്ട ഈ പൊട്ട് പോലെ ഇരിക്കാണ് ഇന്ത്യ. എന്നെ പഠിപ്പിക്കാതെ കവിത ചൊല്ലി. മകനേ ഇത് ചൈനയുടെ ഭൂപടം കണ്ട ഈ ഓംലേറ്റ് പോലെ ഇരിക്കാണ് ചൈന. എന്നെ പഠിപ്പിക്കാതെ കവിത ചൊല്ലി. മകനേ ഇത് റഷ്യയുടെ ഭൂപടം കണ്ട ഈ ബുൾസൈ പോലെ ഇരിക്കണല്ലേ, അതാണ് റഷ്യ. അതാണ് റഷ്യല്ലേ? മോനെ നമ്മോട്ട് തിരിഞ്ഞു നിൽക്കാമോ? എന്തിനാണ് ചവിട്ടിയത്? മകനേ ഇതെന്റെ കാലിന്റെ ഭൂപടം. ഇനി കൈയുടെ ഭൂപടം ഉണ്ടാകുമ്പോ സ്ഥലം വിടാൻ നോക്കണ. അതെ, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഏലമ്പ ടീച്ചർ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ഏലമ്പ ടീച്ചർ എത്തിയാ? ഞാനൊന്ന് അനൗൺസ് ചെയ്തോട്ടെ. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ രോമാഞ്ച കഞ്ചുകമായ നമ്മുടെ പഞ്ചായത്തിന്റെ കട്ടുള്ളിട്ടുണ്ടിയായ ശ്രീമതി ഏലമ്മ ടീച്ചറാണ്. ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പ്രായമുള്ളവരെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു വനിതാ മെമ്പർ ആണെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഈ പഞ്ചായത്തിലെ വനിതകളുടെ മാത്രം മെമ്പർ അല്ല, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ കൂടി മെമ്പറാണ്. നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം വികസന പരിപാടികൾ ഇന്ന് പഞ്ചായത്തിൽ നടക്കുവാനുണ്ട്. അതിനു വേണ്ടിട്ട് പ്രസംഗിക്കാറായിട്ടില്ല. അങ്ങനെ സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ ടീച്ചർ അവിടെ പോയി വിളിക്കണം കേട്ടോ. മന്ത്രി വന്നിട്ടുണ്ട്. ഓലപ്പടക്കത്തിന് തീ കൊളുത്തിട്ട് മന്ത്രിയുടെ പെട്ടെന്ന്. പ്രിയമുള്ളവരെ, നമ്മളാകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതെന്താണിത്? ആൾക്കാർ നോക്കിയിരിക്കണേ. ഇതെന്താണിത്? ക്ഷമിക്കണം, കുറച്ചു നേരം പാർലമെന്റ് ആന്ന് ഓർത്തുപോയി. അല്ല, സാർ നാട്ടിലുണ്ടായിരുന്നില്ല, ഏതോ ടൂറിലാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഞാൻ വേൾഡ് ടൂറിലല്ലേ. എന്നിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ആഫ്രിക്ക, മലേഷ്യ, സിംഗപ്പൂർ. ഞാൻ പോകാത്ത കാണാത്ത സ്ഥലങ്ങൾ ഇനി ഇല്ല. നിങ്ങളുടെയൊക്കെ ഭാഗ്യം. ഇനി ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങളുണ്ടാ? ഒരു സ്ഥലവും കൂടി കാണാൻ. അതേതാണ് ആ സ്ഥലം? ഞാൻ ജയിച്ച മണ്ഡലം. ഇതേവരെ അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല, പണ്ട് പോയതാ. തോന്നി. സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ടൂറ് പോണെന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഭാര്യ ഒരുമിച്ച് അടിച്ചു പൊളിച്ചാണ് ടൂറൊക്കെ പോയത്? ടൂർ പോയപ്പോ ഭാര്യനെ കൊണ്ട് പോയെന്നോ? എടാ, സദ്യ ഉണ്ടാൻ പോകുമ്പോ വല്ലവരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവോ? ഞാൻ ഓർത്തില്ല. അപ്പൊ സാറവിടെ പോയിരുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഏലമ്മ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏലമ്മ ടീച്ചർ ആശംസ. ആശംസ ഏലമ്മ ടീച്ചർ. ഏലമ്മ ടീച്ചർ ആശംസയാണ്. സോറി, ಸ್ವಲ್ಪ സ്ട്രോങ് ആയി പോയി. 3
മടക്കിലാ ചേട്ടൻ തെറിച്ചു വീണത്. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷൻ, അതിന് മധ്യത്തിൽ ആരും ഇല്ല. അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ. കാല ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ ഇന്ന് വേദിയിൽ നമ്മുടെ മന്ത്രി ഉൽപ്ലോഷ സാറിനെ കണ്ടപ്പോൾ എനിക്ക് ചില പഴയകാല സംഭവങ്ങളാണ് ഓർമ്മ വന്നത്. എന്താണത്? നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ ഇരിക്കുന്ന ഉൽപ്ലോഷ സാറ് എന്നാ വികൃതിയായിരുന്നെന്ന് അറിയാവാ? മഹാകുസൃതിയായിരുന്നു. ആണോ? മഹാതെമ്മാടിയായിരുന്നു. തെമ്മാടി എന്താ ടീച്ചർ ഇത്? തറയാവല്ലേ? ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കൂടാ കുറുമ്പ. അങ്ങനെയുള്ള നമ്മുടെ ഉൽപ്ലോഷ സാറിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണത്? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സുന്ദര സുദിനം, അതായത് മെയ് 10. റിപ്പബ്ലിക് ഡേ. കറക്റ്റാണ്. അന്നേ ദിവസം നമ്മുടെ LP സ്കൂളിലേക്ക് ആ കാണുന്ന ഇടവഴിയിലൂടെ ഞാൻ ഇങ്ങനെ മന്ദം നടന്നു വരുമ്പോ ആ ഇടവഴിയിൽ വെച്ച് ഈ ഇരിക്കുന്ന ഉൽപ്ലോഷ സാറിനെ ഞാൻ കണ്ടു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? ഇടവഴിയിൽ ഞാനും ഉൽപ്ലോഷ സാറും മാത്രം, മറ്റാരുമില്ല. അവിടെ വെച്ച് ഉൽപ്ലോഷ സാറിനെ അങ്ങനെ തൊട്ടില്ല എന്ന മട്ടിൽ തൊട്ടു പുറകെ വന്നിട്ട് ഇരിക്കുന്ന ഉൽപ്ലോഷ സാർ എന്നെ എന്ത് ചെയ്ത്? ഞാനത് എങ്ങനെ പറയും? ഇരിക്കുന്ന ഉൽപ്ലോഷ സാർ എന്നെ എന്ത് ചെയ്ത്? ഞാൻ പറയൂല. ഇരിക്കുന്ന ഉൽപ്ലോഷ സാർ എന്നെ എന്ത് ചെയ്തത് പറയാൻ? എന്നെ കടിക്കാൻ വന്നൊരു ചാവലിപ്പട്ടിയെ കല്ലെറിഞ്ഞ് അടിച്ച്. രണ്ട് സോഡ. അങ്ങനെയുള്ള ഉൽപ്ലോഷ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീ പീഡനം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിൽ നമ്മൾ നിയമസഭയിലേക്ക് മന്ത്രിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് ടീച്ചർ അവിടെ പോയിരിക്കും. വെറുതെ ഉള്ളതുകൊണ്ട് പിന്നെ പറയാം. അടുത്തതായിട്ട് പശയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചു കൊള്ളുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, മുമ്പിലിരിക്കുന്ന പിയ്യാൻ പിള്ളേര്, നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോ ഇതുപോലെ ഒച്ചപ്പാടുണ്ടെങ്കിൽ വല്ല കാര്യമില്ലാട്ടാ. എന്ത് സംസാരിക്കുമ്പോൾ സമാധാനപരമായിരിക്കും. അതല്ലേ അതിന്റെ ശരി. ഇത് പറയുമ്പോ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. എന്താണ് സംഭവം? അവിടെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, പൊറോട്ട, ഉൽക്കല, ബംഗ എല്ലാ സ്ഥിതിവിശേഷമായിരുന്നു. ഇത് പറയുമ്പോൾ ഈ രാജ്യത്ത് ഇതെന്താണിത്? ക്ഷമിക്കണം, പാർലമെന്റ് ആണ് ഓർത്തു പോകും. അങ്ങനെ ഓർക്കല്ലേ മനുഷ്യന്റെ നടുവ് അവിടെ സാർ ഒരു പണി ഈ പശയുടെ ഉദ്ഘാടനം പെട്ടെന്ന് നിർവഹിക്കാൻ നോക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ പച്ചല പാപ്പസിന് ഉണ്ടാക്കിയ പശ ഞാൻ നിങ്ങളുടെ അനുഭവത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ചെയ്തോ? ബഹുമാനപ്പെട്ട വനിതാ മെമ്പർക്ക് നൽകി ഞാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വനിതാ മെമ്പർക്ക് നൽകി പശ ഞാൻ ഉദ്ഘാടനം ചെയ്തായി നിർവഹിക്കുന്നു. താങ്ക് യു. സാറേ ആകെ പ്രശ്നമായത് സാറേ, സാറിന്റെ ഭാര്യ വന്നിട്ട്. അയ്യോ, അത് ശരി. അപ്പൊ എന്നെ പുറത്തിരുത്തി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൈക്ക് പിടിച്ച് കളിക്കാനല്ലേ? പറഞ്ഞു കൊടുക്കണോ? സാറേ, അതെ മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ സാർ നിരപരാധിയാണ്. ഞാൻ സംഭവം ഉണ്ടായത് പറഞ്ഞു തരാം. പച്ചല പാപ്പത്തിന്റെ പശ ഇങ്ങനെ കോരി എടുത്തിട്ട് എവിടെയാ ഇങ്ങോട്ട് കിട്ടി, ഇങ്ങനെ അങ്ങോട്ട് വെച്ച് എന്നിട്ട് സാറ് സാറേ അതെ സാറേ, നിങ്ങൾ ഇവിടെ കിടന്ന് മസിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ പശ ഇനി കയ്യിൽ നിന്ന് വിട്ടു പോയെങ്കിൽ ഇത് ഉണ്ടാക്കിയ പാപം ഞാൻ ഇവിടെ വന്നം. പച്ചനെ വേഗം വിളിച്ച് വരുത്തണോ? ആദ്യം പറഞ്ഞിരുന്നില്ല, ആള് വന്നിട്ടില്ല. എന്റെ പൊന്നു പാപ്പച്ച, ഇത് എന്തൊരു പശയാണ്, കയ്യിൽ നിന്ന് പോകുന്നില്ലല്ലോ. എന്താ തിരുവാതിര കളി? എന്താണ് ഇവിടെ നടക്കണത്? ഇതൊന്ന് പെട്ടെന്നൊന്ന് പിടിച്ചിടാനുള്ള എന്തെങ്കിലും മാർഗം കാണും. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഒരു 5 മിനിറ്റ് ആയി കാണും. 5 മിനിറ്റ് ആയുള്ള? അതെ. അപ്പൊ കുഴപ്പമില്ല. 6 വർഷം മുമ്പാണ് ഞാൻ പശ കണ്ടുപിടിച്ചത്. അതിന്റെ സന്തോഷത്തിൽ അന്ന് തലയാഴ്ച ഉറങ്ങിയതാണ് ഞാൻ. ഇതും തമ്മിൽ ഇന്ന് വരെ വിട്ടിട്ടില്ല. ഇതിനേക്കാൾ വരുമോ അത്?